അസംബ്ലിയിൽ പ്രാർത്ഥനയ്ക്കിടെ കണ്ണുകളൊക്കെ ഇറുക്കി അടച്ച് ലോലിപോപ്പ് കഴിക്കുകയാണ് ഈ ബിരുദൻ. കണ്ണടച്ചാൽ പിന്നെ താൻ ചെയ്യുന്നതൊന്നും ആരും കാണില്ല എന്നാണ് വിചാരം. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ കണ്ണടച്ചാൽ ആരും എന്നെ കാണില്ല എന്ന് ചിന്തിക്കുന്നത്? ഇതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. എന്താണെന്ന് നോക്കിയാലോ? ഹായ് ഓൾ, ഞാൻ ഡോക്ടർ ബെറ്റ്സി ആൻഡ് കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ. കുട്ടികൾ ജനിച്ചു കഴിഞ്ഞ് ആദ്യ വർഷങ്ങളിലായിട്ട് അവർ ഈ ചുറ്റും എന്താണ്, ജനിച്ചു വീണ ലോകം എന്താണ് എന്നൊക്കെ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് അവർക്ക് കണ്ണിലൂടെ കിട്ടുന്ന ഇൻഫോർമേഷൻസ് വെച്ചിട്ടാണ്. സ്പർശിച്ചോ അല്ലെങ്കിൽ കേട്ടോ എക്സ്പീരിയൻസിലൂടെയോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാളും ഒത്തിരി പവർഫുൾ ആയിട്ടാണ് ഈ ഒരു വിഷ്വൽ പെർസെപ്ഷൻ ഉള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് കുട്ടികളെ കണ്ണടിക്കുമ്പോഴേക്ക് കണ്ണിലേക്ക് കിട്ടിക്കൊണ്ടിരുന്ന വിഷ്വൽ ഇൻപുട്സ് ഒക്കെ കട്ടാകുന്നു, ചുറ്റും ഇരുട്ടാകുന്നു. അപ്പോൾ ഞാൻ എന്താണോ കാണുന്നത് അത് തന്നെയാണ് യാഥാർത്ഥ്യം. ചുറ്റും ഇരുട്ടായെങ്കിൽ ശരിക്കും അത് ഇരുട്ടാണ് എന്ന് അവർ ചിന്തിക്കുന്നു. ഇത് 2 മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളുടെ നോർമൽ ബ്രെയിൻ ബിഹേവിയർ ആണ്. പതുക്കെ പതുക്കെ അവർ സമയമെടുത്ത് മനസ്സിലാക്കും. അവരുടെ കാഴ്ച എന്ന് പറയുന്നതും ഈ പരിസരം എന്ന് പറയുന്നതും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള 2 സംഗതികളാണ് എന്ന്. അതായത് കണ്ണടച്ചാലും ഈ പരിസരം മാറാതെ തന്നെ അതുപോലെ അവിടെ ഉണ്ടാകുമെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കുട്ടികളെ കാണിക്കുന്ന റിയൽ വേൾഡ് ഇമേജസ് ഒക്കെ എത്രത്തോളം പോസിറ്റീവ് ആയിട്ടാണ് കുട്ടികളുടെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് എന്ന്. ടിവിയിലെയും ഫോണിലെയും ഒക്കെ 2D ഇമേജസും ഫാസ്റ്റ് ആയിട്ടുള്ള വിഷ്വൽസും ഒക്കെ ഈ ശരിയായ വിഷ്വൽ പെർസെപ്ഷനെ, കുട്ടിയുടെ വിഷനെ, അറ്റൻഷനെ, ഫോക്കസ്, മെമ്മറി ഇവയൊക്കെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇനി നിങ്ങളുടെ കുട്ടി കണ്ണടച്ച് ഞാൻ ഒളിച്ചേ എന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിക്കോളൂ. കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് നോർമലായി നടക്കുകയാണ്.